എനിക്ക് ഏറെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, വലിയ സന്തോഷത്തോടും സങ്കടത്തോടും കൂടിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഭൗതികമായി തന്നെ ഇവിടെ സന്നിഹിതനാകേണ്ടതായിരുന്നു. എന്നാൽ നടക്കാൻ കഴിയാതാക്കിയ ഒരു രോഗം മൂലം എനിക്ക് എൻ്റെ വീട്ടിൽ കട്ടിലിരുന്ന് സംസാരിക്കേണ്ടി വരുന്നു. അതാണ് സങ്കടം. എന്നിട്ടും എനിക്ക് ഇതിൽ പങ്കെടുക്കാനും 2 വാക്ക് നിങ്ങളോട് പറയാനുമാകുന്നു. അതാണ് സന്തോഷം. ഞാൻ പറയാനുള്ള കാര്യങ്ങൾക്ക് ആമുഖം എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ഒരു കവിത, 2008 ആണ് ഈ കവിത എഴുതുന്നത്. അന്ന് മോഡി ഭരണം ആരംഭിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അതേസമയം മുസ്ലിം പീഡനം അതിനു മുമ്പേ തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു എന്നും ഓർക്കണം. മുസ്ലിം, ഞാൻ മുസ്ലിം, 2 കുറി കുഞ്ഞാലി, 1 കുറി അബ്ദുറഹിമാൻ, ഉബൈദിൽ താളമിട്ടവൻ, മോയിൻകുട്ടിയിൽ മുഴങ്ങിപ്പെയ്തവൻ, ക്രൂര മുഹമ്മദരുടെ കത്തി കൈവിട്ടില്ലെങ്കിലും. ഇത് കുമാരനാശാന്റെ ദുരവസ്ഥയിലെ ഒരു പ്രയോഗമാണ് ക്രൂര മുഹമ്മദർ എന്നത്. അത് ഉദ്ധരണിയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ക്രൂര മുഹമ്മദരുടെ കത്തി കൈവിട്ടില്ലെങ്കിലും. നമുക്കറിയാം, പഴയ കാലത്ത് നാടകങ്ങളിൽ മുസ്ലിം കഥാപാത്രങ്ങൾ പ്രവേശിക്കുമ്പോൾ അവരൊരു കൈലി കയറ്റി കൊടുത്തിട്ടുണ്ടാവും, ഒരു ബനിയൻ ഇട്ടിട്ടുണ്ടാവും, മിക്കവാറും ഒരു മുറിക്കയ്യൻ ബനിയൻ. അതിൻ്റെ കൂടെ മടിയിൽ ഒരു കത്തി തിരികെയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു ഒരു മുസ്ലിങ്ങളുടെ സ്റ്റെറിയോ ടൈപ്പ് നമ്മളുടെ നാടകങ്ങളിലും ചിലപ്പോഴൊക്കെ സിനിമകളിൽ പോലും. അത് ഓർത്തുകൊണ്ടുകൂടിയാണ് ഈ വരി എഴുതിയത്. ക്രൂര മുഹമ്മദരുടെ കത്തി കൈവിട്ടില്ലെങ്കിലും മലബാർ നാടകങ്ങളിൽ നല്ലവനായ അയൽക്കാരൻ, അങ്ങനെ ഒരു റോളും മുസ്ലിമിന് എപ്പോഴും ഭാഗ്യവശാൽ ഉണ്ടായിരുന്നു. മലബാർ നാടകങ്ങളിൽ നല്ലവനായ അയൽക്കാരൻ, ഒറ്റക്കണ്ണനും എട്ടുകാലിയും മുങ്ങാങ്കോഴിയുമായി ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചു. തൊപ്പിയിട്ട് വന്ന അബ്ദുവിന്റെ പകയും പൂക്കോയ തങ്ങളുടെ പ്രതാപവുമായി എൻ്റെ വീടർ ഉമ്മാച്ചുവും പാത്തുമ്മയുമായി കച്ചിയും തട്ടവും അണിഞ്ഞ മൈമൂന നിങ്ങളെ പ്രലോഭിപ്പിച്ചു. മലയാള നോവലിലെ മുസ്ലിം കഥാപാത്രങ്ങളുടെ സൂചനകളാണ് ഇവയെല്ലാം എന്ന് വായനക്കാരായ നിങ്ങൾക്കറിയാം. ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിയിരിക്കുന്നു. തൊപ്പിക്ക് പകരം കുഫിയ, കത്തിക്ക് പകരം തോക്ക്, കളസം നിറയെ ചോര, കൽബിരുന്നെടുത്ത് മിടിക്കുന്ന ബോംബ്, കുടിക്കുന്നത് കഹ്വ, വായിക്കുന്നത് ഇടത്തോട്ട്, പുതിയ ചെല്ലപ്പേര് ഭീകരവാദി. ഇന്നാട്ടിൽ പിറന്നുപോയി. ഖബർ ഇവിടെ തന്നെ എന്നുറപ്പിച്ചിരുന്നു. ഇപ്പോൾ വീട് കിട്ടാത്ത യത്തീം. ആർക്കും എന്നെ തുറുങ്കിലടയ്ക്കാം, ആർക്കും എന്നെ തുറുങ്കിലടയ്ക്കാം. ഏറ്റുമുട്ടലിൽ എന്ന് പാടി കൊല്ലാം. തെളിവൊന്നു മതി, എൻ്റെ പേര്. ആ നല്ല മനുഷ്യനാകാൻ, പഴയ നാടകത്തിന്റെ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകും. ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക്. ആ നല്ല മനുഷ്യനാകാൻ ഞാൻ ഇനിയും എത്ര നോമ്പുകൾ നോൽക്കണം. ഇഷ്കിനെ കുറിച്ചുള്ള ഒരു ഗസലിനകത്ത് വെറും ഒരു ഖയാലായി മാറാനെങ്കിലും. കുഴിച്ചു മൂടിക്കോളൂ ഒപ്പനയും കോൽക്കളിയും ദഫുമുട്ടും. പൊളിച്ചെറിഞ്ഞോളൂ കപ്പലുകളും മിനാരങ്ങളും. കത്തിച്ചു കളഞ്ഞോളൂ മന്ത്രവിരിപ്പുകളും വർണ്ണചിത്രങ്ങളും. തിരിച്ചു തരൂ എനിക്ക് എല്ലാ മനുഷ്യരെയും പോലെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന, സ്നേഹിക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മുഖം മാത്രം, എൻ്റെ മുഖം മാത്രം. ഈ കവിത ഒരർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ സൂചനകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായി ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം പീഡനത്തിന്റെ പശ്ചാത്തലം വളരെ ചെറുതായി ഒന്ന് വരച്ചിടുകയും പിന്നീട് കേരളത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയും ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം, പ്രിയപ്പെട്ട പി ടി കുഞ്ഞുമുഹമ്മദ് കേരളത്തിലെ മുസ്ലിമിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കും, അഥവാ സംസാരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഞാൻ ചില സൂചനകളിലേക്ക് ഒതുക്കുകയാണ്. അവിടെയും ഒരു കവിത
ഒരു കവിതയല്ല, പല കവിതകളും പ്രസക്തമാണ്. അമീർ ഷുത്ത് കമാലിന്റെ ഒരു കവിതയുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: വിരോധാഭാസം. നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ നിങ്ങളുടേതായി കരുതിയില്ല. സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാവർക്കും അന്യരാക്കി. ഒരു ദീർഘ കവിതയിലെ ചില വരികളാണ്. ഫട്ട് ഫദർ ഏ ഹേ कि अपना भी न जाना और यूं ही अपना अपना कह के हमको सबसे बेगाना किया. ഇതാണ് അതിന്റെ മൂല രൂപം. എങ്ങനെയാണ് മുസ്ലിം ഇന്ത്യയിൽ ഒരു അപരനായി അല്ലെങ്കിൽ ദി അതർ ആയി മാറിയത് എന്ന ഒരു വളരെ ചെറിയ അന്വേഷണം കൊണ്ട് ഞാനിത് ആരംഭിക്കാം. ഇന്ത്യയിൽ 14% വരുന്ന ഒരു ജനവിഭാഗം മുഴുവൻ അപരവൽക്കരിക്കപ്പെടുകയും അപരിഷ്കൃതരും പിന്നോക്കക്കാരും വിചിത്ര ജീവികളും അപകടകാരികളും ഒക്കെയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തത് എന്നറിയാൻ ഈ അപരവൽക്കരണം എന്ന സങ്കല്പം വളരെയേറെ സഹായകമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എഡ്വേർഡ് സയ്യിദിന്റെ ഓറിയന്റലിസം അഥവാ പൗരസ്ത്യവാദം എന്ന കൃതിയിലാണ് അദ്ദേഹം ദി അതർ എന്നത് ഈ ഒരു അർത്ഥത്തിൽ കൂടി ഉപയോഗിക്കുന്നത്. പിന്നീട് സാർത്രന്റെയൊക്കെ നാടകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ആ വാചകങ്ങൾ ആ പ്രയോഗം നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് താനും. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനും 9/11 9/11 ശേഷം പോയ 90കളിൽ ഇസ്രായേലിന്റെ പ്രേരണയോടെ രാഷ്ട്രീയ ഇസ്ലാം, ഇസ്ലാമിക മൗലികവാദം, മുസ്ലിം കലാപകാരിത്വം അഥവാ ഭീകരവാദം തുടങ്ങിയവയെ പാശ്ചാത്യ ലോകം അതിന്റെ ആക്രമണ ലക്ഷ്യമാക്കി. അവിടെ നിന്ന് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇസ്രായേലിൽ നിന്നാണ് ഇന്ന് ഗാസയിലെ കുഞ്ഞുങ്ങളെ നിരന്തരമായി കൊന്നു തിന്നുന്ന ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് ഈ അപരവൽക്കരണത്തിന്റെ ആരംഭം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2001 ഇന്ത്യയും ഈ പ്രചരണത്തിൽ വീഴുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ആ പ്രചരണത്തെ ഏറ്റെടുക്കുകയോ ചെയ്തു എന്ന് പറയാം. 1000 വർഷത്തിലേറെ ഹിന്ദു മുസ്ലിം ബന്ധത്തെ നിർവചിച്ചിരുന്ന സഹിഷ്ണുതയും സമവായവും സമന്വയവും വിദ്വേഷത്തിനും കാലുഷ്യത്തിനും വഴിമാറി. അതോടുകൂടി വർഗീയത മുൻപേ ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോൾ അതിന് വേഗവും ശൗര്യവും വർദ്ധിച്ചു. പൂർവകാലത്തെ സമന്വയത്തിന്റെ, സാഹോദര്യത്തിന്റെ, മൈത്രിയുടെ പാരമ്പര്യം ക്രമേണ വിസ്മരിക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ അപരവൽക്കരണത്തിന്റെ ബൃഹത് പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഏറെയൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം ബ്രിട്ടീഷ് അധിനിവേശം, ഇന്ത്യ വിഭജനം, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. എങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഹിന്ദുത്വവാദികളാണ് ഹിന്ദു മഹാസഭയുടെ രൂപീകരണത്തോട് കൂടി 1925 ഹിന്ദു മഹാസഭയുടെ 1914 ഹിന്ദു മഹാസഭയുടെ രൂപീകരണത്തോടു കൂടി തങ്ങളുടെ രാജ്യം, സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ആരംഭിച്ചത്. ആ പ്രചാരണമായിരുന്നു വിഭജനത്തിന്റെ തുടക്കം. ആ പ്രചാരണത്തെ മുഹമ്മദ് അലി ജിന്നയെ പോലെ അധികാരമോഹിയായ, ഒരർത്ഥത്തിലെ മുസ്ലിം അല്ലാത്ത, കാരണം അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ഹറാമായ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാളാണ്, ആ ജിന്ന ഏറ്റെടുക്കുകയും അത് പറഞ്ഞ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ വിഭാഗത്തെ, ഇത്രയും പറഞ്ഞിട്ട് ഒരു ചെറിയ വിഭാഗത്തെയാണ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അദ്ദേഹത്തിന് കിട്ടിയത്, അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവരെ വിഭജനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിഭജനം സംഭവിക്കുന്നത്. മുസ്ലിങ്ങൾ അതിൻ്റെ ഒരു ഉപകരണമായി എന്നത് ശരിയാണ്, അല്പം ചില മുസ്ലിങ്ങൾ. പക്ഷേ നാം മറന്നുപോകുന്ന, അല്ലെങ്കിൽ അത് പറയുന്നവർ മറന്നുപോകുന്ന ഒരു പ്രധാന കാര്യം, ഇന്ത്യയിലെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളും ഇന്ത്യയാണ് ഞങ്ങളുടെ നാട് എന്ന് അന്ന് തന്നെ 1947 ജൂലൈ ഓഗസ്റ്റ് കാലത്ത്, വിഭജനത്തിന്റെ കാലത്ത് പറയുകയും ഇവിടെ തന്നെ താമസിക്കാൻ ഉറയ്ക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാപ്പമാരും ഉപ്പൂപ്പമാരും ഉമ്മൂമ്മമാരും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം ഇന്ത്യയാണെന്നും അതുകൊണ്ട് ഇന്ത്യ തന്നെയാണ് ഞങ്ങളുടെ യഥാർത്ഥ നാട് എന്നും പറഞ്ഞവരായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ. അപ്പോൾ അധികാരത്തിന്റെ ഉപകരണമാക്കപ്പെട്ട ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങളെ മാത്രം മുൻനിർത്തിയാണ് ഇന്ത്യ വിഭജനത്തിന് കാരണം മുസ്ലിങ്ങളാണ് എന്ന പ്രചാരണം നടക്കുന്നത്. ഇതെനിക്ക് പറയാതെ നിവൃത്തിയില്ല. കാരണം RSS വേദികളിലും മറ്റും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ വിഭജിച്ചത് മുസ്ലിങ്ങളാണ് എന്ന്. ക്ഷമിക്കുക, ഇന്ത്യയെ വിഭജിക്കുന്നതിന്റെ ആദ്യത്തെ കാരണം
ഹിന്ദു മഹാസഭയും അത് ഉയർത്തിയ ഇന്ത്യ ഹിന്ദുക്കളുടേത് എന്ന മുദ്രാവാക്യവും ആയിരുന്നു. അത് ചെറിയ ഭയം മുസ്ലിങ്ങളിൽ ഉണ്ടാക്കി എന്നത് ശരിയാണ്. പക്ഷെ വിട്ടുപോകണം, മറ്റൊരു രാജ്യം വേണം എന്ന് ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ട് പറയിച്ചത് പ്രധാനമായും ജിന്നയുടെ അധികാരമോഹവും ജിന്നയുടെ കൂടെയുണ്ടായിരുന്ന കുറച്ചാളുകളുടെ കപട പ്രചാരണങ്ങളുമായിരുന്നു എന്ന് പറയാതെ വയ്യ. പാകിസ്ഥാനിൽ പോയ ഒരാളെന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. 9 ദിവസം ഞാനും മറ്റു 2 കവികളും കൂടി പാകിസ്ഥാനിൽ കവിതയും വായിച്ച് നടന്നു. ഏറെയൊന്നും ദൂരെയല്ല. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ 9 ദിവസം എന്ന പേരിൽ ഒരു യാത്രാ വിവരണം. ഞാൻ ഇത്രയധികം സ്നേഹം, ഇത്രയധികം വാത്സല്യം, ഇത്രയധികം സാഹോദര്യം ഇന്ത്യയിൽ പോലും മറ്റൊരിടത്തും അനുഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എവിടെ കണ്ടാലും അവർ നമ്മെ ആശ്ലേഷം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ എന്ന് അത്ഭുതപ്പെട്ട് ആനന്ദിക്കുന്നു. നമ്മെ വീട്ടിലേക്കോ തെരുവിലേക്കോ ചായ കുടിക്കാൻ വിളിക്കുന്നു. ഇതായിരുന്നു പാകിസ്ഥാനിൽ പോയ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ എൻ്റെ അനുഭവം. എല്ലാ പ്രധാന നഗരങ്ങളിലും ഞാനും എൻ്റെ കൂട്ടുകാരും സഞ്ചരിച്ചു. അവിടെയെല്ലാം ഒരേ അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഇന്നും ഇന്ത്യയെ തങ്ങളുടെ മാതൃനാടായി കാണുന്നവരാണ് സാധാരണ പാകിസ്ഥാനികൾ. തീർച്ചയായും പാകിസ്ഥാനിലെ ഗവൺമെന്റിനും ഇന്ത്യയിലെ ഗവൺമെന്റിനും അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആക്രമണങ്ങൾ ഇടയ്ക്ക് വിടുകയും കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെന്റുകളുടെ കാര്യം. ഗവൺമെന്റുകൾ എപ്പോഴും ജനങ്ങളെ പ്രതിനിധാനം ചെയ്യണമെന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയേണ്ടതേയില്ല. അതുകൊണ്ട് ഈ ജനങ്ങൾ, പാകിസ്ഥാനിലെ ജനങ്ങൾ, പാകിസ്ഥാനിൽ മാത്രമല്ല, ഞാൻ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചപ്പോൾ പാരീസിൽ വെച്ചോ അല്ലെങ്കിൽ ബെർലിനിൽ വെച്ചോ ഒരു പാകിസ്ഥാനിയെ കണ്ടാൽ ആ പാകിസ്ഥാനി പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയുകയും ഇന്ത്യയിൽ നിന്നാണല്ലേ പ്രിയപ്പെട്ട സഹോദര എന്ന് പറയുകയും ചെയ്യും. ഭായി എന്ന് വിളിക്കാതെ എന്നെ സംബോധന ചെയ്ത ഒരു പാകിസ്ഥാനിയെയും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അത്രയേറെ സ്നേഹം പാകിസ്ഥാനിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ഒക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നത്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ തമ്മിൽ യാതൊരു യുദ്ധവും ഇല്ല. അവിടെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും പഹൽഗാവുകളും ഒന്നും തന്നെ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് മഹാസ്നേഹത്തിന്റെ വേദനയുടെ നാടകമാണ്. വിട്ടുപോകേണ്ടി വന്നതിന്റെ വലിയ വിരഹത്തിന്റെ ദുഃഖമാണ്. അതാണ് വാസ്തവത്തിൽ പാകിസ്ഥാനി മുസ്ലിമിന്റെയും ഇന്ത്യൻ മുസ്ലിമിന്റെയും വികാരം അവർ പരസ്പരം കണ്ട് മുട്ടുമ്പോൾ. അപ്പോ തീർച്ചയായും ഞാൻ മുസ്ലിം സമുദായം ആഭ്യന്തര വിമർശനം നടത്തേണ്ടതില്ല എന്നൊന്നും പറയുന്നില്ല. തീർച്ചയായും വിമർശിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. ഒരു കൊച്ചു വിഭാഗം ഒരു മതമൗലികവാദത്തിനോ വർഗീയതയ്ക്കോ അടിപ്പെട്ടിട്ടുണ്ടാകാം. അവർ നിശ്ചയമായും സ്വയം വിമർശിക്കുകയും അവർ ഇന്ത്യയുടെ മതേതര ഭരണഘടനയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായി മാറുകയും വേണം എന്ന് ഞാൻ നിശ്ചയമായും പറയാതിരിക്കുകയില്ല. എന്നാൽ ഈ വാസ്തവത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മുസ്ലിമിനും ഇസ്ലാം മതം വിട്ടുപോകേണ്ടതില്ല എന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിന്റെയും മാനുഷികവും ശാസ്ത്രീയവും പുരോഗമനപരവുമായ വശങ്ങളെ അല്പമൊന്ന് പഠിക്കുകയും അല്പം മുന്നോട്ട് കൊണ്ടുപോയി കാലത്തിന് ഒപ്പമാക്കുകയും മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ. അതാണ് വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രവാചകർ ലോകം മുഴുവൻ ചെയ്തത്. ഇസ്ലാമിക വിമോചന ദൈവശാസ്ത്രത്തിന്റെ വക്താക്കൾ ലോകമെമ്പാടും ചെയ്തത് എന്നും ഞാൻ നിശ്ചയമായും ഓർക്കുന്നു. നാമത്തിലുള്ള അനേകം ആളുകളുടെ പേര് നമുക്കറിയാം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും. അവർ ഇസ്ലാമിന്റെ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഒരു വർഗീയതയെ അടിച്ചമർത്താൻ, നേരിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യം എന്ന ആശയം എടുത്തുകൊണ്ട് തന്നെ ബുദ്ധമതം മുന്നോട്ട് വയ്ക്കുന്ന മൈത്രി എന്ന ആശയം പോലെ തന്നെയാണ് അത്. ഇന്ത്യയിൽ അങ്ങനെ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യം നിലനിർത്തേണ്ടതുണ്ട് എന്ന് ധാരാളം പേർ വാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ഇസ്ലാം നൽകിയ സംഭാവന നമുക്ക് മറക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദേശീയ നേതാക്കളും പ്രാദേശിക നേതാക്കളുമായി ഒട്ടേറെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ നമുക്കുണ്ടായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദും സർ സയ്യിദും മുതൽ മുഹമ്മദ് അബ്ദുറഹിമാനും മക്തിത്തങ്ങളും ഒക്കെ വരെയുള്ള ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ദേശീയവാദികളുടെയും പൈതൃകം നാം നിരന്തരമായി ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും വേണം. വിശേഷിച്ചും ദേശവഞ്ചകർ, ദേശസ്നേഹികളും തുണച്ചവർ, സ്വാതന്ത്ര്യ സമരത്തെ തുണച്ച ആളുകൾ ദേശദ്രോഹികളായ വിദേശികളും ആയി ചിത്രീകരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ അപ്പോൾ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ സമര പൈതൃകം, ഇസ്ലാമിലെ ഏറ്റവും പ്രധാന മൂല്യങ്ങളായ സാഹോദര്യം പോലുള്ള മൂല്യങ്ങൾ, അവയെ ഉണർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിക വർഗീയതയെ, അത് വളരെ വളരെ ചെറിയ ന്യൂനപക്ഷത്തിൽ ഒതുങ്ങുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു, നേരിടാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ പഴയ കാലത്തെ ഒരുമയുടെ ഓർമ്മകൾ ഉണർത്തപ്പെടുകയും വേണം. ഇന്ത്യ മുഴുവൻ അവയുടെ സ്മാരകങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി,
പ്രവാചകന്റെ കാലത്തുണ്ടായതാണ്. അന്ന് ഇന്ത്യയിൽ മുസ്ലിം ഭരണം ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. ആരെങ്കിലും ഭരണം കൊണ്ട് അധികാരം കൊണ്ട് അടിച്ചേൽപ്പിച്ചത് ഒന്നുമല്ല അത്. ഞാൻ ചേരമാന്റെ സ്മാരകം കണ്ടിട്ടുമുണ്ട്. ഗൾഫ് നാടുകളിൽ പോകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും അവിടുത്തെ ഖബറുകളിലുണ്ട്. ആ ഖബറുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് ചേരമാന്റെ കാലം മുതൽ തന്നെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളുടെ അഥവാ മുസ്ലിങ്ങളായി മാറിയ ആളുകളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇതൊന്നും നിർബന്ധം കൊണ്ട് മതം മാറ്റിയത് അല്ല. അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ ലവ് ജിഹാദ് കൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത്, അല്ലെങ്കിൽ മുസ്ലിം പുരുഷൻ ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത് ഉണ്ടായ കുട്ടികളൊന്നുമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അറബിയിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് പത്രങ്ങൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ മുസ്ലിം എന്ന പേരിൽ തന്നെ ഉള്ള ഒരു പത്രം ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്ലാമിനും 1000 മുൻപ് നിലനിന്ന മെക്കയിലെ കഅബയുടെ തൂണുകൾ കേരളത്തിലെ തേക്കുകൾ കൊണ്ട് പണിതവയാണ് എന്ന് ഓർക്കുക. ശബരിമലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വാവരനെ വണങ്ങിയിട്ട് വേണം അയ്യപ്പനെ വന്ദിക്കാൻ. രാമനും റഹീമും കബീറിനെ പോലെ ഒരു കവിക്ക് ഒന്ന് തന്നെയായിരുന്നു. രാമന്റെ ഉണ്മ തന്നെ ഹിന്ദുസ്ഥാന്റെ അഭിമാനമാണ്. ദർശനശേഷിയുള്ളവർ അവനെ ഹിന്ദുസ്ഥാനിന്റെ ഇമാം ആയി ആദരിക്കുന്നു എന്ന് എഴുതിയത് ആരാണ്? കവി ഇക്ബാലാണ്. കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം രാമായണമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് സമീപകാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടും ഉണ്ട്. ദക്ഷിണേഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല നാടുകളിലും രാമായണം വളരെ പ്രധാനമായ ഒരു ഇതിഹാസവും പുണ്യഗ്രന്ഥവുമായി മാനിക്കപ്പെടുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന ഒരു കവി, ഞാൻ ഓർക്കുന്നു, ഡൽഹിയിലെ ഒരു കാവ്യോത്സവത്തിൽ സീതയെക്കുറിച്ചുള്ള ഒരു കവിത വായിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് സീത നിങ്ങളുടെ കവിതയിൽ കടന്നു വന്നത്? അദ്ദേഹം പറഞ്ഞു, സ്വാഭാവികം, ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ ക്ലാസിക്കാണ് രാമായണം എന്ന്. ഇതാണ് ഇന്തോനേഷ്യയിൽ മാത്രമല്ല, മലേഷ്യക്ക് ഉൾപ്പെടെ അനേകം മുസ്ലിം രാജ്യങ്ങളായി അറിയപ്പെടുന്ന രാജ്യങ്ങളിലും രാമായണം ഒരു വളരെ പ്രധാനപ്പെട്ട ഇതിഹാസമായി ആദരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുച്ചിപ്പുടി നൃത്തത്തെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. ആന്ധ്രയിൽ നിന്ന് വരുന്ന നർത്തകികൾ, പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന നർത്തകികളൊക്കെ കുച്ചിപ്പുടി ചെയ്യുന്നത്. അപ്പൊ കുച്ചിപ്പുടി നൃത്തത്തിന് പേര് കേട്ട ഈ ആന്ധ്രയിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമം സ്ഥാപിച്ചതും കുച്ചിപ്പുടി നൃത്തം പ്രചരിപ്പിച്ചതും ഇബ്രാഹിം കുത്തുബ് ഷാ ആണ്. ഓർക്കണം, ഈ കുച്ചിപ്പുടിയിൽ പ്രധാനമായിട്ടും കൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ചും കൃഷ്ണന്റെ പ്രണയങ്ങളെക്കുറിച്ചും ഒക്കെയാണ്, കൃഷ്ണൻ അനുഗ്രഹിച്ച ആളുകളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരമൊരു നൃത്ത രൂപത്തെ അതിന് പ്രചാരം നൽകിയത് ഇബ്രാഹിം കുത്തുബ് ഷയെ പോലെ ഒരാളാണ്. മുസ്ലിം ഭരണാധികാരികൾ പാട്ടും നൃത്തവും ചിത്രകലയും ഉൾപ്പെടെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില മുസ്ലിം നേതാക്കൾ പോലും ഇതൊക്കെ ഹറാമാണ്, ചിത്രം വരയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, ഇതൊന്നും ഖുറാനിലോ അല്ലെങ്കിൽ ഇസ്ലാമിലോ ഉള്ള കാര്യങ്ങളല്ല, അവർ സ്വന്തം താല്പര്യപ്രകാരം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ ആരാധന നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പതിവായിട്ട് പോവാറുള്ള നിസാമുദ്ദീൻ ദർഗ ഉൾപ്പെടെ ഡൽഹിയിൽ വെച്ച് പതിവായിട്ട് പോവാറുള്ളതാണ്. നിസാമുദ്ദീൻ ദർഗയിൽ പലപ്പോഴും ഖവാലി കേൾക്കാനോ, കാരണം അത്തരം സംസ്കാരത്തോടുള്ള ആദരവ് കൊണ്ടോ, സൂഫി സംസ്കാരത്തോടുള്ള ആദരവ് കൊണ്ടോ ഒക്കെ അവിടെ പോവാറുള്ള ആളാണ്. ഞാൻ പോയിട്ടുള്ള മറ്റൊരു ദർഗ അജ്മീരിലാണ്. അജ്മീരിലത്തെ മൊയിനുദ്ദീൻ ചിശ്തിയുടെ അല്ലെങ്കിൽ ഔറംഗാബാദിലെ ഷാ ഷെരീഫിന്റെ ആ ദർഗകളെല്ലാം തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ സ്മാരകങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ തന്നെ അവിടെ എല്ലാം പോയി ആരാധിക്കുന്നുണ്ട്. ശിവജിയുടെ ഒരു പൂർവികൻ ഷാ ഷെരീഫിന്റെ ആരാധകനായിരുന്നു. മകന് ഷെരീഫ് ജി എന്ന പേരിടാൻ മാത്രം അദ്ദേഹം ഈ ഷാ ഷെരീഫിന്റെ ആരാധകനായിരുന്നു. ഗുജറാത്തിലെ പിരാനയിലെ ഇമാം ഷാ ബാബ മസ്ജിദ് നോക്കി നടത്തിയിരുന്നത് ഹിന്ദു പട്ടേൽമാരാണ്. അതുപോലെ കച്ചിലെ ഗർസിയ, ഫക്കീരാനി, ഈ വിഭാഗങ്ങളിൽപ്പെട്ട ജാട്ടുകൾ ഹിന്ദു മാതൃദേവതയിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ്. ഹിന്ദു മദർ ഗോഡസ്, ഹിന്ദു മാതൃദേവതയിൽ വിശ്വസിക്കുന്നു. അതേസമയം അവർ മുസ്ലിം ജീവിതം നയിക്കുകയും ചെയ്യുന്നു. രാജസ്ഥാനിലെ ഗംഗാനഗറിലെ ഗോഗാമോർഹി അമ്പലത്തിന്റെ പടിക്കൽ, ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ ആ സ്ഥലത്ത് പോയി, അള്ളാഹുവിന് സ്തുതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ എഴുതി. ഞാൻ സുഹൃത്തിനോട് ചോദിച്ചാണ് മനസ്സിലാക്കിയത്. എഴുതിയിരിക്കുന്നത് അള്ളാഹുവിന് സ്തുതി എന്നാണ്. അമ്പലത്തിന്റെ മുമ്പിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം ഒന്നും എഴുതി വെച്ചതല്ല, ഈ അമ്പലം ഉണ്ടാക്കിയ ആളുകൾ തന്നെ എഴുതി വെച്ചതാണ്. അത്രയധികം പരസ്പര സ്നേഹവും ധാരണയും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഉണ്ടായിരുന്ന അനേക വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സാഹോദര്യത്തിന്റെ ഒരു കഥയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പറയാനുള്ളത്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ജയ്സൽമേരിലെ മങ്ങണിയാർമാര്,
അല്ലെങ്കിൽ ലങ്കകൾ, ഇവരൊക്കെ ഒരേ ഭക്തിഭാവത്തോടെയാണ് മീരയുടെ കൃഷ്ണ ഭജനങ്ങളും ബുള്ളേ ഷായുടെയും ഷാ അബ്ദുൽ ലത്തീഫിന്റെയും സൂഫി കവിതകളും ആലപിക്കുന്നത്. ഇത് രണ്ട് ഈ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്ന വിഭജനമില്ലാതെ തന്നെ ഈ തരത്തില് അവര് ബുള്ളേ ഷായും ഷാ അബ്ദുൽ ലത്തീഫിനെ ആലപിക്കും. അതേ സ്നേഹത്തോടെ, അതേ ആദരവോടെ, അതേ ഭക്തിയോടെ മീരയുടെ ഭജനങ്ങളും ആലപിക്കും. അപ്പോൾ മാലിക് മുഹമ്മദ് ജയ്സിയുടെ പത്മാവത്ത് എന്ന വളരെ പ്രശസ്തമായിട്ടൊരു മാസ്റ്റർ പീസാണ്, അതൊരു ക്ലാസിക്കാണ്. ആ കാവ്യത്തിൽ പത്മാവതിയുടെ പുരികങ്ങളെ കൃഷ്ണന്റെയും അർജുനന്റെയും വില്ലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. കവിതയിൽ എങ്ങനെയാണ് ഈ സൂചനകളിലൂടെ നമ്മുടെ പലതരത്തിലുള്ള പൈതൃകങ്ങൾ സമന്വയിക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ റഹീമും രസ്ഖാനും, അദ്ദേഹത്തിന്റെ പേര് സയ്യദ് ഇബ്രാഹിം എന്നായിരുന്നു, അവർ രണ്ടുപേരും വലിയ കൃഷ്ണഭക്തരായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് റഹീമിന്റെയൊക്കെ ദോഹകൾ അല്ലെങ്കിൽ ഈരടികൾ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും ആയിരിക്കും. അതുപോലെ സലബേഗയെ പോലെ ഒട്ടേറെ ഒറിയ മുസ്ലിം കവികൾ ജഗന്നാഥദാസരായി സ്വയം കരുതിയിരുന്നു. കാരണം ഒറീസക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവൻ ജഗന്നാഥനാണ്. പുരിയിലെ ജഗന്നാഥൻ, ആ ജഗന്നാഥന്റെ ദാസരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആളുകളാണ് സലബേഗയെ പോലുള്ള ഒരുപാട് ഒറിയ മുസ്ലിങ്ങൾ. ഒരു കാശ്മീരിലെ കവികൾ, സൂഫി അല്ലെങ്കിൽ കാശ്മീരിലെ സൂഫി പുണ്യവാളന്മാർ ഇപ്പോഴും അറിയപ്പെടുന്ന ഋഷികൾ എന്ന പേരിൽ ആണ്. നൂറുദ്ദീൻ വാലി നന്ദൃഷി ആയതുപോലെ, നന്ദൃഷി നമുക്ക് കേട്ടിട്ടുണ്ട്, കാരണം അതുകൊണ്ട് വലിയ ഒരു കാലത്ത് വലിയ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നതാണ് നന്ദൃഷിയുടെ ക്ഷേത്രം അഥവാ പള്ളി. രണ്ട് വാക്കുകളും അതിനുവേണ്ടി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ദേവാലയം എന്നുള്ള അർത്ഥത്തിലാണത്. ഈ നന്ദൃഷി വാസ്തവത്തിൽ നൂറുദ്ദീൻ വാലി എന്ന് പറയുന്ന ഒരു പുണ്യവാനാണ്, ഒരു സൂഫിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ലാൽ ദത്ത് അതിർത്തികളെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കവിത, അതിർത്തികളെ ചോദ്യം ചെയ്യുന്ന ഒരു കവിതയാണ് അത്. ആ ലാൽ ദത്ത് അതിന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു. അതിന് ഹിന്ദുക്കൾ അവരെ ലല്ലേശ്വരി എന്ന് വിളിച്ച് ആരാധിച്ചു, മുസ്ലിങ്ങൾ അവരെ ലല്ല ആരിഫ എന്ന് വിളിച്ച് ആരാധിച്ചു. രണ്ടുപേരും ആരാധ്യയായി കരുതിയ ഒരു വലിയ കവിയാണ്. കാരണം ശൈവിസത്തിന്റെയും സൂഫിസത്തിന്റെയും അപൂർവമായ ഒരു സമന്വയമാണ് അവരുടെ കവിതയും അവരുടെ ചിന്തയും. അതുപോലെ തന്നെ അമർനാഥ് ക്ഷേത്രം കണ്ടെത്തിയത് പഹൽഗാവിലെ ആദം മാലിക് എന്നയാളാണ്. അവിടേക്ക് റെയിൽപാത നിർമ്മിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ അത് ഒരിക്കലും പറയുകയില്ല ഇതാരാണ് കണ്ടെത്തിയത് എന്ന്. ഈ അമർനാഥ് ആദം മാലിക്കിന്റെ കണ്ടെത്തലാണ്. അതുപോലെ നമുക്ക് തന്നെ CN അഹമ്മദ് മൗലവി പോലുള്ള ഗുരുക്കളും കുഞ്ഞാലി മരക്കാന്മാർ മുതൽ മുഹമ്മദ് റഹ്മാൻ വരെയുള്ള ദേശപ്രേമികളും കേരളത്തിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് പ്രദേശം എടുത്താലും ഈ ഹിന്ദു മുസ്ലിം സ്നേഹത്തിന്റെ മഹാസ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് 2 മണിക്കൂർ വരെ പോകാൻ വഴിയുണ്ട്. അത് വയ്യ, എനിക്ക് തീരെ വയ്യാതെയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്കത് ഒരുപക്ഷെ തോന്നുകയില്ലെങ്കിലും, കാരണം ചിരിച്ചുകൊണ്ടൊക്കെ ഏത് വേദനയിലും സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് അത്. അപ്പോൾ ഞാൻ മതേതരത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചോ എന്നുള്ള ദീർഘമായ ഒരു സംഭാഷണത്തിൽ ഇവിടെ ഏർപ്പെടുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ജനാധിപത്യം തന്നെയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഒരു രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ ഭാഗധേയം നോക്കിക്കൊണ്ട് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, വിശ്വപ്രസിദ്ധ സമകാലീന മാർക്സിസ്റ്റ് ചിന്തകനായ റാക്ക് റാൻസിയെ എന്നയാൾ ഹൗ ഡെമോക്രസീസ് ഡൈ, ജനാധിപത്യങ്ങൾ എങ്ങനെ മരിക്കുന്നു എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ജനാധിപത്യത്തിന്റെ മരണത്തിന്റെ ആദ്യ ലക്ഷണം ന്യൂനപക്ഷങ്ങളുടെ പാർശ്വവൽക്കരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ന്യൂനപക്ഷത്തിന്റെ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അദൃശ്യവൽക്കരണം അദ്ദേഹത്തിന് തന്നെ വേറൊരു സങ്കല്പമാണ്. കാരണം ജനാധിപത്യം വാസ്തവത്തിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ജനാധിപത്യമാകുന്നത് അദൃശ്യരായിരുന്ന മനുഷ്യരെ ദൃശ്യരാക്കുമ്പോഴാണ് എന്ന്. അത് ആദിവാസികളാകാം, ദളിതരാകാം, ന്യൂനപക്ഷങ്ങളാകാം, ലൈംഗിക ന്യൂനപക്ഷങ്ങളാകാം, അത്തരത്തിലുള്ള നാം ഇതുവരെ കാണാത്ത പോലെ നടിച്ചിരുന്ന അഥവാ കാണാതിരുന്ന ആളുകളെ കാണാൻ തുടങ്ങുമ്പോഴാണ് ജനാധിപത്യം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. കാണുക എന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. വെറുതെ കാണുകയല്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അവരെ നമ്മൾ പഞ്ചായത്തുകളിൽ കാണുന്നു, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കാണുന്നു, അസംബ്ലിയിൽ കാണുന്നു, ലോകസഭയിൽ കാണുന്നു. അങ്ങനെ കാണുമ്പോഴാണ്, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, മുസ്ലിം ജനതയുടെ ശതമാനവും ഈ തരത്തിലുള്ള ജനകീയ സഭകളിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യവും തമ്മിലുള്ള വലിയ അന്തരം. വളരെയധികം ജനതയുണ്ട്, വലിയൊരു ശതമാനം ജനതയുണ്ട്. കേരളത്തിൽ തന്നെ 45 ലക്ഷം മുസ്ലിങ്ങൾ വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കൂടി കാണും. അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്ത് പ്രാതിനിധ്യമാണ് നമ്മൾ പൊതുവെ കേരളം മുഴുവൻ എടുത്താൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ നഗരസഭകളിലോ അഥവാ അസംബ്ലിയിലോ
അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ഒക്കെ കൊടുക്കുന്നത് ഒരു മുസ്ലിം വേണ്ടേ എന്ന് വെച്ച് ഒരാൾക്കൊക്കെ നമ്മൾ കൊടുത്തേക്കും. അത് ഏത് പാർട്ടിയായാലും വലിയ വ്യത്യാസങ്ങളൊന്നും അതിൽ ഞാൻ കണ്ടിട്ടില്ല. ആ തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം കൊടുത്തേക്കുമെന്നല്ലാതെ മുസ്ലിങ്ങളെ ഇതുപോലെ ഒരു സിംബോളിക് എന്താണ് പറയുക റെപ്രസെന്റേഷൻ എന്ന് പറയാം, പ്രതീകാത്മകമായ ഒരു പങ്കാളിത്തമാണ് നാം അവർക്ക് പലപ്പോഴും നൽകാറുള്ളത്. അല്ലാതെ പൂർണ്ണമായ ഒരു ആനുപാതികമായ ഒരു പങ്കാളിത്തം അല്ല. അപ്പൊ പൗരവൃന്ദത്തെ പല തട്ടുകളാക്കി തിരിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജനാധിപത്യം പോലും പ്രവർത്തിക്കുന്നത്. ആ ആ ആ തിരിവിൽ തന്നെയുണ്ട് ജനാധിപത്യത്തിന്റെ അവസാനത്തിന്റെ ആരംഭം എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്കറിയാവുന്ന പോലെ അനേകം പേരുകൾ പറഞ്ഞു. ഇനിയും എത്രയോ പേരുകൾ പറയാൻ കഴിയും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും മരിക്കുകയും ചിലപ്പോഴൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോവുകയും ചെയ്ത മുസ്ലിങ്ങളെ കുറിച്ച്. ഹിന്ദു മുസ്ലിം എന്ന പേരിലല്ല സ്വാതന്ത്ര്യ സമരം ഒരു ഹിന്ദു സമരം ആയത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഹിന്ദുത്വവാദികളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും അല്ലെങ്കിൽ സവർക്കറെ പോലെ മാപ്പെഴുതി കൊടുക്കുക, മാപ്പ് കണ്ടിട്ടുള്ളതാണ്, ഞാൻ വെറുതെ കേട്ടുകേൾവി കൊണ്ട് പറയുകയല്ല. ഞാനത് ഇന്ത്യൻ ആർക്കൈവിൽ പോയി കണ്ടിട്ടുള്ളതാണ് സവർക്കർ എഴുതി കൊടുത്ത മാപ്പ്. ഇനി ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സേവിച്ചോളാം, എന്നെ പുറത്തുവിട്ടാൽ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത മാപ്പ്. ഈ തരത്തിലുള്ള ആളുകളെയാണ് വലിയ ദേശസ്നേഹികളും സ്വാതന്ത്ര്യ പ്രേമികളും സ്വാതന്ത്ര്യ സമര പങ്കാളികളും ഒക്കെയായി ഈ ഹിന്ദുത്വവാദികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നുണപ്രചാരണങ്ങളെ വിശ്വസിക്കാതെ എന്തായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ചരിത്രം, നമ്മുടെ ജനാധിപത്യം നമ്മുടെ ന്യൂനപക്ഷങ്ങളോട് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ഹിന്ദു തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാകുന്നതിനും വേണ്ടി. നമുക്കറിയാം, രാമജന്മഭൂമി പ്രശ്നം മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഹിന്ദുത്വവാദികൾ ഉയർന്നു വന്നത് എന്ന്. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യിച്ചു എന്ന് പറഞ്ഞൊരു പരാതി നമുക്കറിയാം. അക്ബറിനെ പോലുള്ള രാജാക്കൾ ഹിന്ദു പണ്ഡിതരെ, വേദപണ്ഡിതരെ പോലും വിളിച്ച് തങ്ങളുടെ കൊട്ടാരത്തിൽ ചർച്ച നടത്തിയ, സംവാദങ്ങൾ നടത്തിയ ആളുകളായിരുന്നു. ഏറ്റവും സഹിഷ്ണുക്കളായിരുന്നു പൊതുവെ പറഞ്ഞാൽ, അപവാദങ്ങളില്ല എന്ന് ഞാൻ പറയില്ല, പൊതുവെ പറഞ്ഞാൽ ഏറ്റവും സഹിഷ്ണുക്കളായ രാജാക്കളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാർ. അക്ബർ അതിന്റെ ഒരു വലിയ മാതൃക, ലോകത്തെ തന്നെ ഉത്തമ ഭരണാധികാരിയുടെ ഒരു മാതൃകയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയും അവർ തമ്മിൽ ത്തിന് പകരം സംവാദങ്ങൾ നടത്തുകയും അറിയുകയും അറിയിക്കുകയുമാണ് എന്ന് നാരായണഗുരു പറഞ്ഞ പോലെ അതാണ് ഒരു സംവാദത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത മഹാൻ ആയിരുന്നു. പണ്ഡിതര് മാത്രമല്ല, നമുക്കറിയാവുന്ന സംഗീതജ്ഞരും ചിത്രകാരന്മാരും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വരികയും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിൽ വളരുകയും ചെയ്തിരുന്നു ആ കാലത്ത്. അതുപോലെ ഒരുപാട് വാദങ്ങളുണ്ട്. പാശ്ചാത്യ അധിനിവേശം ഇന്ത്യയുടെ സദാചാരം തകർത്തു എന്നുള്ള മറ്റൊരു ഇതുണ്ട്. വാലന്റീൻ ദിനാഘോഷം, സ്വാതന്ത്ര്യ പ്രണയം, ഇതെല്ലാം നമ്മുടെ ഈ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിന് വിധേയമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ ജനതയിൽ ഒരു ഭാഗം അവരെ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ച് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അവരും നമുക്ക് സ്റ്റാൻസ്വാമിയെ മറക്കാൻ കഴിയില്ല. നമുക്ക് ആദ്യകാലത്ത് കൊല്ലപ്പെട്ട വെള്ളക്കാരനായ പാദ്രിയെയും മക്കളെയും മറക്കാൻ കഴിയില്ല. നമുക്ക് ഒറീസയിലെ നിരന്തരമായി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഗ്രാമങ്ങളെ മറക്കാൻ കഴിയുകയില്ല. ചില ആളുകൾക്ക്, ഇവിടെയുള്ള ചില ആളുകൾക്ക് കഴിഞ്ഞേക്കും, പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മറക്കാൻ കഴിയും. ക്രിസ്തുവിനെ ഓർക്കുന്ന, പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ഓർക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഈ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മുസ്ലിം അപരത്വം എന്ന ആശയം ഇങ്ങനെ ഇതുപോലെ തന്നെ വളർന്നു വന്നതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വിഭജനത്തിനും കാരണം അവരാണ് എന്ന് പറഞ്ഞു വരുത്തി. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന ഹിന്ദുവാദവും പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ത്രീ സമത്വ അവബോധം കൊണ്ടൊന്നും ഉയർന്നു വന്നതല്ല. ആ നിയമം ഇല്ലാത്തതല്ല സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നം. വധൂദഹനവും വിവാഹമോചനവും കാപ്പ് പഞ്ചായത്തുകളും അതുവഴിയുള്ള അനീതികളും ബലാത്സംഗങ്ങളും ഒന്നും ഒരു മതക്കാർ മാത്രം ചെയ്യുന്നതല്ല. ഇത് ഇന്ത്യയിൽ വ്യാപകമാണ്. അതിനൊന്നും കാരണം ഏതെങ്കിലും ഒരു മതക്കാരാണ് എന്ന് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഹിന്ദുത്വം വളരുന്നതിനുള്ള കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം, ബ്രിട്ടീഷുകാർ നാടുവാഴ്ത്ത ഘടനയെ തൊടാതിരുന്നത്, ജാതിഘടനയെയും വർണ്ണഘടനയെയും തൊടാതിരുന്നത്, ദേശീയ പ്രസ്ഥാനം പോലും ചിലപ്പോഴൊക്കെ ഹിന്ദു പ്രതീകങ്ങളും ആചാരങ്ങളും ഉപയോഗിച്ചത്, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും കർഷകർ മുസ്ലിങ്ങളും ജന്മിമാർ ഹിന്ദുക്കളും ആയതുകൊണ്ട് കർഷക ലഹളകൾ നടന്നത്. അതിനെയാണ് നമ്മൾ പണ്ട് മാപ്പിള ലഹള എന്നൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കെ എൻ പണിക്കർ മുതലുള്ള ചരിത്രകാരന്മാർ അത് തിരുത്തിയിട്ടുണ്ട്. അത് മലബാർ കലാപം എന്നാണ് അതിനെ വിളിക്കേണ്ടത്. കാരണം കർഷകർ ജന്മിമാർക്കെതിരെ നടത്തിയ ഒരു മഹാകലാപമായിരുന്നു അത് എന്ന്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾ നടത്തിയതുകൊണ്ട് അത് ലഹളയായിട്ട് മാറി. അത് ഹിന്ദുക്കൾ നടത്തിയിരുന്നെങ്കിൽ അതൊരു വിമോചന കലാപം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയി മാറുമായിരുന്നു. ആശാൻ പോലും ഞാൻ പറഞ്ഞ പോലെ ക്രൂര മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് ഈ മാപ്പിള ലഹള എന്ന മിത്തിനെ കുറിച്ച് വിശ്വസിച്ചിട്ടാണ്. അദ്ദേഹം തെക്ക് ഭാഗത്തായിരുന്നു, നേരിട്ട് അറിയാനുള്ള വഴികൾ അക്കാലത്ത് കുറവായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയൊരു തെറ്റ് എന്ന നിലയ്ക്ക് മാപ്പ് കൊടുക്കാമെങ്കിൽ പോലും ആ ക്രൂര മുഹമ്മദ് എന്ന പ്രയോഗം എന്നെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ദുരവസ്ഥ പോലുള്ള പുരോഗമനപരമായി അറിയപ്പെടുന്ന ഒരു കവിതയിൽ പോലും. അത് പുരോഗമനപരമാണോ എന്ന ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ കഥ വായിക്കുക, മരിച്ചുപോയ മുത്തശ്ശിക്ക് ഒരു കത്ത് എന്നുള്ള കഥ വായിക്കുക.
അപ്പോൾ അധീശവർഗം നിർമ്മിച്ച ഇന്ത്യാ ചരിത്രങ്ങളിലൊക്കെ തന്നെ ചരിത്രത്തെ സാമ്പത്തിക ഉൽപാദന സമ്പ്രദായം പോലെ ഏതെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലല്ല വിഭജിച്ചത്. അതും അതിനൊരു കാരണമാണ്. കാരണം ഭരിച്ചിരുന്നവരുടെ മതം അടിസ്ഥാനമാക്കിയാണ്. കുറെക്കാലം ഹിന്ദുക്കളുടെ ഭരണം, അത് കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ ഭരണം, അപ്പോൾ ഒരു ഹിന്ദു ഘട്ടം, ഒരു മുസ്ലിം ഘട്ടം, അത് കഴിഞ്ഞൊരു ക്രിസ്ത്യൻ ഘട്ടം, നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വന്നതോടുകൂടി ക്രിസ്ത്യൻ ഘട്ടം. ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തെ പോലും നമ്മൾ വിഭജിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികളായിട്ട് യൂറോപ്പിലെ കുരിശുയുദ്ധങ്ങളുടെ ഓർമ്മയായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വാഭാവിക നയമായി മാറി. അതുപോലെ RSSന്റെയും BJPയുടെയും വളർച്ചയൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് നമുക്ക് അറിയാം. അത് ദേശീയ പതാക അല്ല അവർക്ക് വേണ്ടത്, കാവിക്കൊടിയാണ്. അത് ഇപ്പൊ തന്നെ നടന്ന ഒരു സംഭവം അത് വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർലേക്കർ എന്നുള്ള നമ്മുടെ എന്ന് പറയാൻ എനിക്ക് അറപ്പുള്ള ഒരു ഗവർണർ ഈ ഒരു കാവിക്കൊടി പിടിച്ചിട്ടുള്ള ഒരു ഭാരതമാതാവിനെ ആരാധിക്കാൻ നമ്മുടെ ഒരു മന്ത്രിയോട് പറഞ്ഞതും ആ മന്ത്രി ധീരമായും സത്യസന്ധമായും അത് നിഷേധിച്ചതും അതെനിക്ക് പറ്റില്ല, അതല്ല ഭാരതമാതാവ്, എൻ്റെ ഭാരതമാതാവ് എന്ന് പറഞ്ഞ, എൻ്റെ മാത്രമല്ല ശരിക്കുള്ള നമ്മുടെ ഭാരതമാതാവിനെ കുറിച്ചുള്ള പഴയ ചിത്രങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല അപരീന്ദ്രനാഥിന്റെ കാലം മുതൽ തന്നെ. അതുകൊണ്ട് ഇത് ഭാരതമാതാവ് അല്ല, ഇത് RSSകാരുടെ മാതാവാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞതും ഒക്കെ നാം അടുത്ത് 2 ദിവസം മുമ്പ് കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം, ഗാന്ധിജിയും കോൺഗ്രസും മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ള ആരോപണം, ജയിൽ മുക്തനാക്കിയാൽ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാവുന്ന സവർക്കറുടെ വാഗ്ദാനം, ഗാന്ധി വർദ്ധനയുള്ള അന്തരീക്ഷം ക്രമേണ സജ്ജമാക്കൽ, ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിച്ച മുസ്ലിങ്ങളുടെ അപരവൽക്കരണം, ഇതിനെയൊക്കെ പതുക്കെ പതുക്കെ ഈ കമ്പളത്തിന്റെ അടിയിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ സത്യത്തെ നുണയാക്കുകയും ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കുകയും മുസ്ലിം നാമങ്ങളുള്ള റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാം തന്നെ ഹിന്ദു രാജാക്കന്മാരുടെയും മറ്റു നാമങ്ങൾ നൽകുകയും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്ന ഒരു സുവർണ്ണകാലം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഈ ബുദ്ധിശൂന്യരും ചരിത്രബോധമില്ലാത്തവരുമായ ആളുകൾ ഏർപ്പെടുകയും ഒക്കെ ചെയ്തത്. ഹിറ്റ്ലറും മുസോളിനിയും മസീനിയും പോലുള്ള ആളുകളായിരുന്നു എല്ലാ കാലത്തും RSSന്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാർ. അവരുടെ ഭരണകൂടം വളരെ സ്വാഭാവികമാണ്. ഇസ്രായേലുമായി അവർ അടുക്കുന്നത് അത് അവരുടെ യുക്തിയിൽ വളരെ സ്വാഭാവികം മാത്രമാണ്. കൃത്യമായ വിദേശ മാതൃകയിലാണ് അവർ ഒരു ഹിന്ദു മതം നിർമ്മിച്ചത്. കാരണം ആദ്യകാലത്ത് ഇന്ത്യയിലെ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു തങ്ങൾ ഹിന്ദുക്കളാണെന്ന്. പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് സിന്ധുവിന്റെ തീരത്ത് ജീവിക്കുന്ന ആളുകളെ ഹിന്ദുസ് എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നൊരു ബോധം അവരിൽ, എല്ലാവരിലും അല്ല, സവർണ്ണ ഹിന്ദുക്കളിൽ ഉണ്ടായത്. അപ്പോഴും ദളിതരും ആദിവാസികളും ഒക്കെ ആ ഹിന്ദു മതത്തിന് പലപ്പോഴും പുറത്തായിരുന്നു. ഇന്നാകട്ടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്നുള്ള അർത്ഥത്തിലേക്ക് കൂടി ചുരുങ്ങിയിരിക്കുന്നു. സവർണർ എന്ന് പോലും പറഞ്ഞാൽ പോരാ, ബ്രാഹ്മണരുടെ ആധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പതുക്കെയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നാസികളുടെ രീതിയിൽ തന്നെ വംശാഹന്ത, ദേശാഹന്ത, ഇതിനൊക്കെ ഊതിയുറപ്പിക്കുക, ഞങ്ങൾ ആര്യന്മാരാണെന്ന് പറയാൻ, അതിന് വംശമേ ഇല്ലെന്ന റോമല താപ്രം അനേകം ചരിത്രകാരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട്. ചില ഭാഷാവംശം മാത്രമാണ്, അത് ഇൻഡോ ആര്യൻ ഭാഷകളുണ്ട്, അല്ലാതെ ആര്യന്മാരെന്ന് പറഞ്ഞ വംശമില്ല എന്നവർ കൃത്യമായ തെളിവോടുകൂടി DNA ഉപയോഗിച്ച് തെളിയിച്ചാണ്, അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആര്യന്മാരാണ്, അതുകൊണ്ട് കേമന്മാരാണെന്ന് പറയുക. അപ്പോൾ സ്വസ്തികയും താമരയും പോലുള്ള ചിഹ്നങ്ങൾ, പ്രതീകങ്ങൾ ഉപയോഗിക്കുക, രാമനെ പോലുള്ള പുരാണ പുരുഷന്മാരെ ഉപയോഗിക്കുക, നാസികളുടെ സ്റ്റോം ട്രൂപ്പേഴ്സിനെ പോലെ ഈ ബജറംഗദൾ അല്ലെങ്കിൽ സനാതൻ സംസ്ഥ, രാം സേന, ഹനുമാൻ സേന, അങ്ങനെയുള്ള അനേകം അനൗപചാരിക സൈന്യങ്ങളെ വളർത്തിയെടുക്കുക, പല കാവ്യങ്ങളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക. നമുക്കറിയാം ടെലിവിഷൻ രാമായണത്തെ കുറിച്ച് റോമല താപ്പർ ഒരു പഠനമുണ്ട്, അതെങ്ങനെയാണ് ഹിന്ദുത്വത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത്. പിന്നെ വർഗീയ ലഹളകൾ സൃഷ്ടിക്കുക, അതുപോലെ നിയോജക മണ്ഡലങ്ങളെ വർഗീയ ലഹളകൾ സൃഷ്ടിച്ച് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളെ വിപുലീകരിക്കുക. നമ്മൾ കണ്ടു, ഗോത്ര, കന്ധമാൽ, ബറോഡ, അഹമ്മദാബാദ്, മുസഫർനഗർ, മീററ്റ്, ദിൽഷദ് ഗാർഡൻ, ലോഹ്പുരി, ഇവയിലെല്ലാം അമിത്ഷായുടെ വർഗീയ ധ്രുവീകരണ നയം നടപ്പിലാക്കപ്പെടുന്നത് നാം കണ്ടതാണ്. സ്വന്തം ആളുകളെ കൊന്നും ലഹളയ്ക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ അവർക്ക് മടിയില്ല എന്ന് ഗോത്രയെക്കുറിച്ച് ഉണ്ടായ പുതിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. RSSകാരെ തന്നെ കൊന്നിട്ടാണ് അവിടെ ലഹളയ്ക്കുള്ള കാരണം അവരുണ്ടാക്കിയത്. പിന്നെ ശത്രുക്കൾ, അവരുടെ പ്രധാന ശത്രുക്കളായിട്ടാണ് ഒന്ന് മുസ്ലിങ്ങൾ, പിന്നെ നക്സലൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ഭീകരവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, പലതരത്തിലെ അഭിപ്രായ ഭേദമുള്ളവർ. നമുക്കറിയാം പൻസാരയുടെയും ദാബോൽക്കറുടെയും കൽബുർഗിയുടെയും ഗൗരിയുടെയും എല്ലാം കഥ. ആ തരത്തിലുള്ള നാസി തന്ത്രങ്ങൾ തന്നെയാണ് കൃത്യമായിട്ടും നമ്മുടെ BJP RSS ഗവൺമെന്റ് ഉപയോഗിച്ച് പോരുന്നത്. ഇവയോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെയും ഉപയോഗിക്കുന്നു. ഏറ്റവും പഴയ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്ന ഒരു വലിയ സൈബർ സൈന്യം, ശമ്പളം വാങ്ങുന്ന ഒരു സൈബർ സൈന്യം അവർക്കുണ്ട് എന്ന് അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും എനിക്ക് നിസ്സംശയമായി പറയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയായിട്ടും ഈ വലിയ വലിയ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്നല്ലോ. സാക്ഷരതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനം, ലിംഗാനുപാതത്തിൽ 24, ഗുജറാത്തിനെ പറ്റിയാണ് പറയുന്നത്, ലിംഗാനുപാതത്തിൽ 24ാം സ്ഥാനം, ശിശുമരണത്തിൽ 11ാം സ്ഥാനം, ഗ്രാമീണ വികസനത്തിൽ 10ാം സ്ഥാനം, നഗരവികസനത്തിൽ 6ാം സ്ഥാനം, ഭൂഗർഭജല മലിനീകരണത്തിൽ 1ാം സ്ഥാനം, മനുഷ്യവികസന സൂചികയിൽ 11ാം സ്ഥാനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ 18, ബാലവിവാഹ നിരത്തിൽ 4, തുടർ വിദ്യാഭ്യാസത്തിൽ 18, വികസന നിരക്കിൽ 8, 2011 മാത്രം അഴിമതി കേസുകൾ 17, ന്യൂനപക്ഷ വിരോധത്തിലും മനുഷ്യാവകാശ ലംഘനത്തിലും വൻ വ്യവസായികൾക്ക്
ഭൂമിക്ക് ഇളവുകൾ ഉൾപ്പെടെ ആരും നൽകാത്ത ആനുകൂല്യങ്ങൾ നൽകുന്നതിലും മോഡിയുടെ ഗുജറാത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ആ ഗുജറാത്തിലെ നിന്ന് തുടങ്ങണം നമ്മൾ മോഡിയെക്കുറിച്ചും അത്തരം ഭരണത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ. അത് നന്നായി ചെയ്തിട്ടുള്ള ഒരാൾ, ഞാൻ അറിയുന്ന ഒരാൾ, ആശീഷ് നന്ദി, എൻ്റെ സുഹൃത്തായ ആശീഷ് നന്ദിയാണ്. അദ്ദേഹം ഈ മോഡിയുടെ മനഃശാസ്ത്രവും അല്ലെങ്കിൽ RSSന്റെ മനഃശാസ്ത്രം വളരെ അതിന്റെ സങ്കീർണതകളോടെ തന്നെ പഠിച്ച ഒരാളാണ്. നമുക്കറിയാം, ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഇരകളിലെ ബുദ്ധിജീവികളുണ്ട്, കലാകാരന്മാരുണ്ട്, സ്വതന്ത്ര ചിന്തകരുണ്ട്, ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്, സ്ത്രീകളുണ്ട്, അനൗദ്യോഗിക സംഘടനകളുണ്ട്, പലതരം ന്യൂനപക്ഷങ്ങളുണ്ട്. എങ്കിലും അവയിലൊക്കെ ഒന്നാം സ്ഥാനത്തുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളോട് ഒന്നുകിൽ പാകിസ്ഥാനിൽ പോവുക അല്ലെങ്കിൽ ഖബറിസ്ഥാനിൽ പോവുക എന്നാണ് നമുക്കറിയാം ഒരു സാധ്വി പറഞ്ഞത്. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന, ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു പക്ഷേ ഈ ഖബറിസ്ഥാൻ തന്നെ ആയിക്കൂടാ എന്നില്ല. അവർ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ അവർക്ക് പോകേണ്ടത് പാകിസ്ഥാനാണ്. വെടിയുണ്ട കിട്ടിയാൽ അവർക്ക് പോകാൻ കഴിയുക ഖബറിസ്ഥാനിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ കലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ, കവിതയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു വലിയ ജനവിഭാഗത്തെയാണ് അവർ അന്യവൽക്കരിക്കുന്നത്. നമുക്കറിയാം, MF ഹുസൈന് എതിരായ ആക്രമണത്തിൽ തുടങ്ങി പിന്നെ ആരെല്ലാമാണ് പാകിസ്ഥാനിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്? ഹിന്ദുക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹിന്ദുക്കളായി ജനിച്ച ആളുകൾ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞില്ല, ഗിരീഷ് കർണാടിന്, അമീർ ഖാന്, ഷാരൂഖ് ഖാന്, നന്ദിതാദാസിന്, ദീപാ മേത്തയ്ക്ക്, വെന്റി ഡോണികർക്ക്, മേഘകുമാറിന്, ഹബീബ് തൻവീറിന്, സംവിധായകൻ കമലിന്, മുസ്ലിങ്ങൾ പലതരത്തിലുള്ള സൗഹാർദ്ദവാദികളായ മനുഷ്യരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇരകളുടെ എണ്ണം, പലതരത്തിലുള്ള ആക്രമണങ്ങളുടെ, സൈബർ ആക്രമണങ്ങളുടെയോ ശകാരങ്ങളുടെയോ യഥാർത്ഥ ആക്രമണങ്ങളുടെയോ ഇരകളുടെ എണ്ണം നീണ്ടിങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയാൽ താമസിയാതെ പാകിസ്ഥാൻ ഏഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനമാകും എന്ന് ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി. അത് തെറ്റി വളച്ചൊടിച്ചാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഏഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ പത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏറ്റവും നല്ല ചിത്രകാരന്മാരെയും ഗായകരെയും അഭിനേതാക്കളെയും ഒക്കെ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലേക്ക് ശരിക്കും നാട് കടത്തിയാൽ പാകിസ്ഥാൻ തന്നെയാവും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നാണ്. ഈ ആളുകളൊക്കെ ഇപ്പം ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്, കുറെ പേര് ജീവിക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും പാകിസ്ഥാനിലെത്തിയാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനായിരിക്കും കലയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമായി മാറുക. നമുക്കറിയാം, ബാബറി മസ്ജിദ് മുതലുള്ള അനേകം പള്ളികളുടെ തകർക്കൽ, ബനാറസിലെ ഗ്യാൻവാബി പള്ളിയിൽ നിന്ന് പള്ളിയിലെ ഹിന്ദു പൂജകൾ നടത്താനുള്ള അനുവാദം, അങ്ങനെ ഓരോ പള്ളിയുടെയും അടിയിൽ അവർ അമ്പലങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതിനടുത്തേക്ക് പോകില്ല, കാരണം ബുദ്ധവിഹാരങ്ങൾ കാണും. അനേകം അമ്പലങ്ങളുടെ അടിയിൽ ബുദ്ധവിഹാരങ്ങൾ കാണും. അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. അമ്പലത്തിലെത്തിയാൽ കുഴിക്കൽ നിർത്തണം എന്നാണ് കുഴിക്കുന്ന ആളുകൾക്കുള്ള പ്രധാന നിർദ്ദേശം. അപ്പോൾ നമുക്കറിയാം, ഫാദർ സ്റ്റെയിൻസ് മുതൽ സ്റ്റാൻ സ്വാമി വരെയുള്ള ആളുടെ കൊലപാതകം, തുറുങ്കിലടയ്ക്കൽ, അനേക സംസ്ഥാനങ്ങളിൽ പടർന്നു പിടിക്കുന്ന മുസ്ലിം വിരോധം, തുടർന്നുള്ള ആക്രമണങ്ങൾ, അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വികൃത മുഖം നിരന്തരമായി അനാവരണം ചെയ്യപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെയും ഒരു വിശാലമായ ഐക്യം നമ്മുടെ കാലത്ത് ആവശ്യമാണ് എന്നാണ് ഞാൻ പ്രധാനമായിട്ടും പറയേണ്ടത്. അതോടൊപ്പം കേരളീയ സംസ്കാരത്തിന് മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു പ്രഭാഷണത്തിനുള്ള വിഷയമാണ്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ വെറുതെ പേരുകൾ ഓർക്കുക. മോയിൻകുട്ടി വൈദ്യരുടെ, അല്ലെങ്കിൽ പുലിക്കോട്ടിൽ ഹൈദരുടെ, അല്ലെങ്കിൽ മൊയ്തു മുസ്ലിയാരുടെ, അല്ലെങ്കിൽ ഷക്കീരി മൊയ്തീൻകുട്ടിയുടെ, അല്ലെങ്കിൽ നല്ലളം ബീരാന്റെ, പുന്നൂർകുളം ബാപ്പുവിന്റെ, മനക്കൽക്കകത്ത് കുഞ്ഞിക്കോയയുടെ, KK മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ, ഇവരെല്ലാം മാപ്പിളപ്പാട്ടിന്റെ ആളുകളാണ് എന്ന് ഓർക്കുക. ചില ആളുകൾ കവികളും കൂടിയാണ്. നമ്മൾ കോട്ടക്കൽ ശിവരാമനെയും മധുവിനെയും ചന്ദ്രശേഖരനെയും കോട്ടക്കൽ നാട്യസംഘത്തെയും ആയുർവേദത്തെയും ഒക്കെ പറ്റി പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ യുനാനി ഉണ്ടെന്നും, അതോടൊപ്പം തന്നെ ഇവിടെ മുസ്ലിം കോൽക്കളിയും ഒപ്പനയും ദഫുമുട്ടും പോലുള്ള കലകൾ ഉണ്ടെന്നും കൂടി ഓർത്താൽ നന്നായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ആദ്യത്തെ കേരള ചരിത്രകാരൻ സൈനുദ്ദീൻ മഖ്ദൂം ആയിരുന്നു. അത് ഗംഗാധരനും MGS പോലുള്ള ചരിത്രകാരന്മാർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂമാണ് ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രം എഴുതാനുള്ള, അതിനെന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ചരിത്രം എഴുതാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്ന് നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. അതുപോലെ ഹിന്ദുസ്ഥാനി രൂപങ്ങൾ പലതും ഇവിടെ എത്തിയിട്ടുണ്ട്. ഖവാലിയും ഗസലും പ്രധാനമായിട്ട് ഇപ്പോൾ ഇ.കെ. അബൂബക്കറും മൈൻ ഖലീൽ ഭായിയും ഒക്കെ ഖവാലിയുടെ വലിയ ആളുകളായിരുന്നു. അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗസൽ ഗായകർ നമുക്കറിയാം, ഉമ്പായും ഷബാസ് അമിനൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗസൽ ഗായകർ നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കോഴിക്കോടാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കോഴിക്കോടാണ് ഇത്തരത്തിലുള്ള വളരെ വിഭിന്നങ്ങളായ ഹിന്ദുസ്ഥാനി ഉൾപ്പെടെയുള്ള അനേകം സംഗീത രൂപങ്ങളെ ഏറ്റെടുക്കുകയും വളർത്തുകയും തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്തത്. ബാബുരാജിന്റെ നാട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ അതൊരു നാടകത്തിൽ കെട്ടിയോ തൊട്ട് ഇങ്ങോട്ടുള്ള, ഞാൻ പേരുകൾ പുറേഷയും ഒക്കെ തൊട്ടുള്ള എത്രയോ ആളുകൾ നാടകത്തിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമയിലൂടെ എത്ര പേര്, ഞാൻ പേരെ പറയാൻ കഴിയാത്തത്ര അനേകം ആളുകൾ, റൺസീർ മുതൽ ഇങ്ങോട്ടുള്ള അനേകം ആളുകൾ നമ്മുടെ സിനിമയെ പല രീതികളിൽ സമ്പന്നമാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിത്രകലയിൽ MF ഹുസൈൻ മുതൽ ഇങ്ങോട്ടുള്ള അനേകം ചിത്രകാരന്മാരുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കേരളത്തിന്റെ ആയാലും ഇന്ത്യയുടെ ആയാലും സാംസ്കാരിക പാരമ്പര്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു ജനതയാണ് മുസ്ലിം ജനത. ആ മുസ്ലിം ജനതയുടെ പരിരക്ഷണവും പ്രോത്സാഹനവും എല്ലാം തന്നെ നമ്മുടെ മുഴുവൻ കടമയാണ്. ഏതെങ്കിലും ഒരാളുടെയോ ഒരു ഭരണകൂടത്തിന്റെയോ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ അപരവൽക്കരണത്തെ ചെറുക്കുകയും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ മുഴുവൻ തന്നെ ചുമതലയും
കടമയുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നെഹ്റുവും ഗാന്ധിയും ഒക്കെ തന്നെ ന്യൂനപക്ഷത്തെയാണ് വികസനത്തിന്റെ അളവുകോലായി കണ്ടത്. അതിനെയാണ് റാൻസിയെ വേറെ തരത്തിൽ മാർക്സിസ്റ്റ് രീതിയിൽ പറഞ്ഞത്. അദൃശ്യരായ ആളുകളെ ദൃശ്യരാക്കുക. അതുപോലെ ന്യൂനപക്ഷങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം നിരന്തരമായി ചോദിക്കുക. ഇത് നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ പോലും യഥാർത്ഥ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലാത്ത മുസ്ലിം ജനതയ്ക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ അത് അർഹിക്കുന്ന പ്രാതിനിധ്യം നേടാൻ കഴിയൂ. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇത് ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത യോഗത്തിൽ എനിക്ക് നടന്നെത്താനാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാറിൽ കയറാനോ നടക്കാനോ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു വെർച്വൽ പ്രസൻസ് മാത്രമായി ഇവിടെ മാറിയത്. ഒരു മിഥ്യാ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഞാൻ ഇങ്ങനെയെങ്കിലും നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലേക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നന്ദി.